ഇന്ന് നല്ല നാടൻ മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിനും വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി. മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങയൊന്നും അരയ്ക്കാതെ ഗരം മസാലയൊന്നും ചേർക്കാതെ നല്ലൊരു നാടൻ മുട്ടക്കറി. എന്നാ മുട്ടക്കറി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചു. നമുക്കതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് അതിനകത്ത് 2 ഗ്രാമ്പു പട്ട ഏലക്ക അങ്ങനെ ഇടുകയാണ്. ഗരം മസാല പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് സവാള ഇടാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ഒരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. വെറും സവാള ഇട്ടിട്ട് നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കാം. പക്ഷേ ഞാൻ കുറച്ച് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇനി കുറച്ച് ഉപ്പിടാം. സവാള വഴന്ന് കിട്ടാനും പിന്നെ കറിയിലുള്ള ഉപ്പും കൂടി ചേർത്താണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇനി കറി വെച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. സവാള നമുക്ക് മൂടി വെച്ച് വേവിക്കണം. നന്നായിട്ട് വഴന്ന് കിട്ടണം, പക്ഷേ ഒന്ന് നല്ലോണം വെന്തും കിട്ടണം. ഒരു മസാല രൂപത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കാം. അധികം ഡ്രൈ ആയിട്ട് വഴറ്റണ്ട, അങ്ങനെ കറുത്ത് പോവണ്ട, ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി. അല്ലെങ്കിൽ മുട്ടക്കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ ഒരു കയ്പ്പ് രസം വരാനും സാധ്യതയുണ്ട്. ഉള്ളി ഏകദേശം വഴന്ന ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇടുന്നത്. അത് ചതച്ച് വന്നതാണ് ഇടുന്നത്, പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക് അതും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ കുറച്ച് കരിവേപ്പില ഇപ്പോൾ ചേർക്കുന്നുണ്ട്, പച്ചമുളക് ഇടുന്നുണ്ട്. കരിവേപ്പിലൊക്കെ എത്ര അധികം ഇട്ടാലും നാടൻ മുട്ടക്കറി ആയതുകൊണ്ട് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആദ്യം ഇപ്പോൾ കുറച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുറേ കൂടുതൽ കരിവേപ്പില ഇട്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ എപ്പോൾ കുക്ക് ചെയ്യുമ്പോഴും ഓയിൽ കുറച്ച് ഉപയോഗിച്ചാണ് കുക്ക് ചെയ്യുന്നത്. കൊളസ്ട്രോളൊക്കെ ഉള്ളത് കാരണം കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറ്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. ഇത് പെരിയ മുളകിൻ്റെ പൊടിയാണ്. നല്ല കളറുണ്ടാവും, എരിവ് കുറവായിരിക്കും. അതിട്ട ശേഷം ഒന്ന് ഇളക്കി നമുക്ക് പിന്നെ ഇടേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പച്ച മണം മാറുന്നവരെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ 2 തക്കാളിയാണ് ഇടുന്നത്. ചെറിയ 2 തക്കാളി അധികം ചേർത്തിട്ടില്ല. തക്കാളി ഇല്ലാതെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാകും, പക്ഷേ ഒരു മധുരം ഉള്ളതുപോലെ തോന്നും. ഇതിലാകെ 1 ടീസ്പൂൺ മാത്രമാണ് മല്ലിപ്പൊടി ഇടുന്നത്. അധികം മല്ലി ഇടാതെ ഉള്ള ഒരു കറിയാണിത്. തേങ്ങ അരച്ചൊഴിക്കുന്നില്ല. എന്നാലോ അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ മുട്ടക്കറി. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ്. മുട്ടക്കറിക്ക് വേണ്ടി ഞാൻ 5 മുട്ടയാണ് പുഴുങ്ങി വെച്ചത്. ഇനിയും നമുക്ക് മസാല റെഡി ആയിട്ടില്ല. മൂടി വെച്ച് മസാല റെഡിയാക്കി എടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി കൂടുതലിടുന്നുണ്ട്. പിന്നും കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ വെറുതെ ഇങ്ങനെ ആയാൽ പോരല്ലോ, മസാല ആവണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഇപ്പം തന്നെ വേണം ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വഴറ്റിയ ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിച്ച ശേഷം പിന്നെയും വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. അങ്ങനെ മസാലകളൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ആണെങ്കിൽ ഇത് മതി കേട്ടോ. പക്ഷേ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ചെറിയൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് അപ്പോഴത്തേക്ക് ഞാൻ മുട്ട തൊലിയെല്ലാം ഇറന്ന് വെച്ച് ഇങ്ങനെ വരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരിഞ്ഞ് വെച്ചിട്ട് ഓരോന്നായിട്ട് മുട്ടക്കറിയിലേക്ക് ഇടാം. എല്ലാ മുട്ടയും ഇട്ട ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാല മുഴുവൻ മുട്ടയുടെ ഉള്ളിലും കുറച്ച് പിടിക്കണം. അതിനാണ് ഞാൻ മുട്ട വരിഞ്ഞ് വെച്ചത്. എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഒരു ഇത്തിരിയാണ് കുരുമുളക് പൊടി ഇടുന്നത്, അധികം ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി കറിവേപ്പില ഇടാം. കറിവേപ്പില ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മുറിച്ചിടുകയാണ്. ഇങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ കരിവേപ്പിലേൻ്റെ നല്ലൊരു ടേസ്റ്റ് കറിക്ക് വരും. ഇതിൽ കറിവേപ്പിലയാണ് കൂടുതലിടുന്നത്, മല്ലിയില ഒട്ടും ചേർക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. നമ്മളുടെ അടിപൊളി ടേസ്റ്റിലുള്ള മുട്ടക്കറി റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മിനീസ് അടുക്കള സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നല്ലൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. തണിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് തന്നെ ഉണ്ടാക്കാം. ഇത് എനിക്കിന്ന് ചപ്പാത്തിക്ക് കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത്ര വെള്ളമായാലും മതി. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയൊക്കെ ചേർക്കാം. നാടൻ മുട്ടക്കറീൻ്റെ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല. ഇങ്ങനെ
കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. കൊതിപ്പിക്കും രുചിയിൽ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ. വീണ്ടും കാണാം.